ഹലോ, എല്ലാവർക്കും PSC സ്മാർട്ട് സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതിൽ കുറച്ച് ഡിലേ വന്നു. അതിൻ്റെ കയ്യിലുള്ള ഫോണിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ്. അപ്പോൾ എനിക്കത് റെഡിയാക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഡിലേ വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം 3 ദിവസത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതായത് ഡേ 3 വരെ എത്തിയിട്ടുണ്ട് നമ്മൾ. അതും നമ്മുടെ റിവിഷനും പിന്നെ പ്ലസ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കിട്ടുന്നതും മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് അത് ടൈം ഫിക്സ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ റിവിഷനും കമ്പൽസറി ആയിട്ട് നടത്തുക. അപ്പോൾ നമ്മളിന്ന് നോക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് 18/4/2025 അതായത് തേർഡ് ഡേയിൽ വരുന്ന ഒരു ടോപ്പിക്സാണ്. അതായത് മാത്സിൽ ടൈം ഡിസ്റ്റൻസ് വർക്കും, മലയാള സമാന പദങ്ങൾ, ഇംഗ്ലീഷിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചും, പിന്നെ നമ്മൾ GK ആയിട്ട് എക്കണോമിക്സിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കത് നോക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ മാത്സിലുള്ളത് സമയവും ദൂരവും അതുപോലെ സമയവും ജോലിയുമാണ് നോക്കുന്നത്. ഈ ഒരു 2 ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ചോദിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. ഇതിന് സ്ഥിരമായിട്ട് PSC ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് സമയവും ദൂരത്തിലെ കുറച്ച് ഫാക്ട്സും ഫോർമുലാസും ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് പറയുന്നത് നമുക്ക് ഏത് ടൈപ്പിൽ ചോദ്യം ചോദിച്ചാലും ഈ ഫാക്ട്സുകൾ നിങ്ങൾ അറിഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോർമുലാസൊക്കെ യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ദൂരം എന്ന് പറയുന്നത് വേഗത ഇൻറ്റു സമയം. വേഗത എന്ന് പറയുന്നത് നമ്മളെന്താണ്, ദൂരം ഡിവൈഡ് ബൈ സമയം. അതുപോലെ സമയം കണ്ടെത്താനായിട്ട് ദൂരത്തെ വേഗത കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് നിങ്ങൾ മറക്കാതെ പഠിച്ചു വെക്കുക. അത് ഈ സമയവും ദൂരവും തമ്മിലുള്ളതാണ്. അടുത്ത കിലോമീറ്റർ പെർ അവർ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം, 5 ഡിവൈഡ് ബൈ 18 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ അത് തിരിച്ച് നമ്മൾ 18/5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാം. ഒരു നിശ്ചിത ദൂരത്തിൻ്റെ പകുതി പിന്നിടുന്ന വേഗത X യൂണിറ്റും ബാക്കി പകുതി പിന്നിടുന്ന വേഗത Y യൂണിറ്റുമായാൽ മുഴുവൻ യാത്രയുടെ ശരാശരി വേഗത. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇത് ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2x5 ഡിവൈഡ് ബൈ x+5 യൂണിറ്റിലായിരിക്കും ഈ പകുതി സഞ്ചരിച്ച ദൂരത്തിൻ്റെ വേഗത കണ്ടെത്തുന്നത്. 2 വസ്തുക്കൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതും PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോഴും എതിർ ദിശയിലാണെങ്കിലുള്ള വേഗതയ്ക്ക് അത് കണ്ടെത്താനായിട്ടുള്ള ഇക്വേഷനാണ് A - Bയും പിന്നെ നമ്മൾ A+B ആയിട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരാൾ Aയിൽ നിന്ന് Bയിലേക്ക് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിലും തിരിച്ച് Bയിൽ നിന്ന് Aയിലേക്ക് മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത എത്ര എന്ന് വായിക്കാം. ഒരാൾ Aയിൽ നിന്ന് Bയിലേക്ക് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിലും തിരിച്ച് Bയിൽ നിന്ന് Aയിലേക്ക് മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഇക്വേഷൻ എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ 2AB ബൈ A+B, അതായത് വേഗതകൾ ഇവിടെ നോക്കുമ്പോൾ 2 × 30 × 20 ഡിവൈഡ് ബൈ 50 വരും. അതായത് 24 കിലോമീറ്റർ പെർ അവറാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഇക്വേഷനിൽ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ഇത്. ഇവിടെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2 ബൈക്ക് യാത്രക്കാർ ഒരു നിശ്ചിത സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുന്നു. ആദ്യത്തേക്കാൾ മണിക്കൂർ 60 കിലോമീറ്റർ വേഗത്തിലും രണ്ടാമത്തെ ആൾ 50 കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഒരാൾ മറ്റൊരാളിനേക്കാൾ 4 മണിക്കൂർ മുൻപ് ലക്ഷ്യത്തിലെത്താൻ അവരാകെ എത്ര ദൂരമാണ് സഞ്ചരിച്ചിട്ടുള്ളതെന്നാണ്. അവിടെ നമുക്ക് ആദ്യം S1 S2 T എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ സമയവും നമ്മുടെ എത്ര മണിക്കൂർ വേഗത്തിലാണ് അവർ സഞ്ചരിച്ചെന്നുള്ളത് നമുക്ക് എഴുതാം. എന്നിട്ടിവിടെ S1 എന്ന് പറയുന്നത് 60, S2 എന്ന് പറയുന്നത് 50. അത് ഈ ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് S1 × S2 ഡിവൈഡ് ബൈ S1 - S2 × T. ഈ ഒരു ഇക്വേഷനാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഇക്വേഷനിൽ 60 × 50 ഡിവൈഡ് ബൈ 60 - 50 × 4 ചെയ്യുമ്പോൾ നമുക്ക് 1200 കിലോമീറ്റർ കിട്ടും. അതായത് ഇവിടെ ഓപ്ഷൻ D ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. നിങ്ങൾ ഈ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടൊന്ന് വായിച്ച് നോക്കണം. വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ ഇട്ട് നോക്കി ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒരാൾ മറ്റൊരാളിനേക്കാൾ 4 മണിക്കൂർ മുൻപ് ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ, അതായത് ഒന്നും കൂടുതൽ അയാളെ ലക്ഷ്യസ്ഥാനത്തെത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ എത്ര ദൂരമാണ് സഞ്ചരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടെത്താനായിട്ടാണ് നമ്മൾ ഈ S1 × S2 ഡിവൈഡ് ബൈ S1 - S2 × T ചെയ്യുന്നത്. അടുത്തൊരു ചോദ്യത്തിലൂടെ പോകാം. ഒരാൾ സാധാരണ വേഗത്തിൽ
3/4 വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ 10 മിനിറ്റ് താമസിച്ച് ഓഫീസിൽ എത്തിച്ചേർന്നെങ്കിൽ സാധാരണ എത്ര സമയം കൊണ്ടാണ് അയാൾ ആ യാത്ര പൂർത്തിയാക്കുന്നത്? ഒരാൾ സാധാരണ വേഗത്തിൻ്റെ 3/4 വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ 10 മിനിറ്റ് താമസിച്ചാണ് ഓഫീസിൽ എത്തിച്ചേർന്നെങ്കിൽ സാധാരണ എത്ര സമയം കൊണ്ടാണ് അയാൾ ആ യാത്ര പൂർത്തിയാക്കുന്നത്? ചോദ്യം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ ആൻസർ വരുന്നത് 30 മിനിറ്റാണ്. നമുക്കിനി ഈ ആൻസർ എങ്ങനെ 30 മിനിറ്റ് കിട്ടി എന്ന് നോക്കാം. അതായത് ഒരാൾ സാധാരണ വേഗത്തിൽ x/y വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ t സമയം താമസിച്ച് എത്തിച്ചേർന്നുവെങ്കിൽ സാധാരണ യാത്ര പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് x/x-y × t ആയിരിക്കും. ഈ ഒരു ഇക്വേഷനും ഈ ഒരു പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ അത് ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾക്കത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ x/x-y × t എന്നൊരു ഇക്വേഷനാണ് നമ്മൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്കിപ്പോൾ ഈ ഒരു 30 മിനിറ്റ്സ് കിട്ടിയെന്ന് നോക്കാം. ഇവിടെ x/y എന്ന് പറയുന്നത് 3/4 ആണ്. അപ്പോൾ x എന്ന് പറയുന്നത് 3ഉം y എന്ന് പറയുന്നത് 4ആണ്. അത് ആ വാല്യൂസ് നമ്മൾ ഈ ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് 30 മിനിറ്റ്സ് ആണ് ആൻസറായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ആൻസർ എ ആണ് വരുന്നത്. 30 മിനിറ്റ്സ് ആൻസറിൽ കിട്ടും കേട്ടോ. നിങ്ങൾ ഈ വീഡിയോസ് കണ്ടുപോകാണ്ട് നിങ്ങളൊരു ബുക്കിലോ പേപ്പറിലോ ഈ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ആൻസർ ഒന്ന് എഴുതി നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ കഴിയുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. എന്നിട്ട് ഇത് വീണ്ടും എഴുതി പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് നമ്മുടെ ഒരു SCERT പാഠഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിലും അടുത്ത 120 കിലോമീറ്റർ 20 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലുമാണ് സഞ്ചരിച്ചത്. മുഴുവൻ യാത്രയിലെ ശരാശരി വേഗത എത്രയാണ്? ശരാശരി വേഗത കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് 2ab/a+b എന്ന് പറയുന്നത്. ഇവിടെ 120 കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിച്ച 2 തരത്തിലുള്ള മണിക്കൂറുകളാണ്. അതായത് 30 കിലോമീറ്റർ പെർ വേഗത എന്ന് പറയുന്നത് 30 കിലോമീറ്റർ, പിന്നെ 20 കിലോമീറ്റർ വേഗതയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് 30ഉം ബി എന്ന് പറയുന്നത് 20ഉമാണ്. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ നമ്മളിത് കൊടുക്കുമ്പോൾ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച 30 കിലോമീറ്റർ വേഗത 30, പിന്നീട് 120 കിലോമീറ്റർ വേഗത്തിൽ 20 കിലോമീറ്റർ പെർ വേഗതയിൽ സഞ്ചരിച്ചത് 20. ആ ഇക്വേഷനിൽ കൊടുത്ത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ 24 കിലോമീറ്റർ പെർ അവർ ആൻസറായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളിത് എഴുതി നോക്കുക കേട്ടോ. അടുത്ത നമ്മൾ സമയവും ജോലിയാണ്, ടൈം ആൻഡ് വർക്ക്. അതിന് പറ്റുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആൻഡ് ഫോർമുല വരുമ്പോൾ M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി M2 ആളുകൾ D2 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നുവെങ്കിൽ M1 D1 = M2 D2 ആയിരിക്കും. ഈ പോയിന്റുകളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം PSC റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ പോയിന്റ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. A ഒരു ജോലി X ദിവസം കൊണ്ടും B അതേ ജോലി Y ദിവസം കൊണ്ടും ചെയ്താൽ രണ്ടുപേരും ചേർന്ന് XY / X+Y ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. ഇതെല്ലാം തന്നെ PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളിത് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുക കേട്ടോ. A ഒറ്റയ്ക്കൊരു ജോലി X ദിവസം കൊണ്ടും A B എന്നിവർ അത് Y ദിവസം കൊണ്ടും ചെയ്താൽ B ഒറ്റയ്ക്ക് അത് XY / X-Y ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. അപ്പോൾ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷനിൽ തന്നേക്കുന്ന വാല്യൂ ഇട്ടങ്ങ് ചെയ്താൽ മതി. A ഒരു ജോലി X ദിവസം കൊണ്ടും B അതേ ജോലി Y ദിവസം കൊണ്ടും C Z ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നുവെങ്കിൽ അവർ 3 പേരും ചേർന്ന് XYZ / XY + YZ + XZ ദിവസങ്ങൾ കൊണ്ട് ജോലി ചെയ്ത് തീർക്കും. ഇത് മുൻവർഷത്തെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് M1 ആൾക്കാർ D1 ദിവസം കൊണ്ട് W1 ജോലി ചെയ്യും. എന്നാൽ M2 ആൾക്കാർ W2 ജോലി D2 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയാൽ M1 D1 W2 = M2 D2 W1. ഞാൻ ഈ ഒരു ചോദ്യം അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും ഇത് മുൻവർഷത്ത് വന്ന ചോദ്യമാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി അടുത്ത മലയാളത്തിലെ സമ്മാന പദങ്ങളാണ്. കൂടുതലും നിങ്ങൾ PYക്ക് നോക്കാനായിട്ട് ശ്രദ്ധിക്കാം മലയാളം പഠിക്കുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് വേർഡ്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് പോസ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇംഗ്ലീഷിൽ നമ്മൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. ഇത് എപ്പോഴും PSC ചോദിക്കുന്ന ഒരു മേഖല തന്നെയാണ്. ഈ ഡയറക്റ്റ് സ്പീച്ച് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മൾ ടെൻസസും
അതിന് വരുന്ന ചേഞ്ചസ്, അതായത് ഇൻഡയറക്റ്റിലോട്ട് വരുമ്പോൾ ചേഞ്ചസ് നോക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിംഗിൾ പ്രസൻറ്റ് ടെൻസിൽ കിടക്കുന്ന ഹീ സെഡ് ഐ പ്ലേ ക്രിക്കറ്റ്, അത് നമ്മൾ എങ്ങനെ ഇൻഡയറക്റ്റിലോട്ട് മാറ്റും? അപ്പോൾ അവിടെ സബ്ജക്റ്റ് പ്ലസ് V2 ഫോം എഴുതുക. ഹീ സെഡ് ദാറ്റ് ഹീ പ്ലേഡ് ക്രിക്കറ്റ്. അപ്പോൾ ഈ പോയിന്റുകൾ, അതായത് ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ നോക്കി പഠിക്കുകയാണെങ്കിൽ വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഒന്ന് നിങ്ങൾ ഒരു ബുക്കിൽ മാർക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ വേറെ നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് പഠിക്കാനായിട്ട് നോക്കുക. പക്ഷേ ഈ ഒരു ഫോം നിങ്ങൾ പഠിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം അതിന് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗണും സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ പ്രൊനൗണും വരുന്ന ചേഞ്ചസ് നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. കാരണം ഡയറക്റ്റ് ഫോമിൽ നിന്ന് നമ്മൾ ഇൻഡയറക്റ്റ് ഫോമിലോട്ട് എത്തുമ്പോൾ നമ്മളത് എന്താണ്, നമ്മൾ ആ ഒരു പ്രൊനൗണിനെ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾ PYQ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് തറവായിരിക്കും. അതുപോലെ ഇവിടെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുന്ന, അതായത് ദിസ് വരുമ്പോൾ നമ്മൾ ദാറ്റ് ചേർക്കുക, ദീസ് വരുമ്പോൾ ദോസ് ചേർക്കുക, അതുപോലെ എസ്റ്റർഡേ വരുമ്പോൾ ദ പ്രീവിയസ് ഡേ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടുമോറോ എന്ന് പറയുമ്പോൾ ദ ഫോളോയിങ് ഡേ അല്ലെങ്കിൽ ദ നെക്സ്റ്റ് ഡേ എന്നൊക്കെ വരുന്ന ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുന്ന ആ ഒരു വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഈ പോയിൻറ്റ്സുകളെല്ലാം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് പോസ് ചെയ്ത് പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക. നമുക്കിനി ഇതിൽ കുറച്ച് ചേഞ്ചസ് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഇവിടെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാനാണ്. ഷീ എക്സ്ക്ലെയിംഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ ചൈൽഡ്. ഇത് LD ക്ലർക്ക് 2017 ചോദിച്ചൊരു ചോദ്യമാണ്. ഷീ എക്സ്ക്ലെയിംഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ ചൈൽഡ്. ഇവിടെ വരുന്നത് നമുക്ക് ഇതിൻ്റേതായിട്ടൊരു പോയിന്റ് പഠിച്ചു വെക്കുക. കാരണം എക്സ്ക്ലമേഷൻ അല്ലെങ്കിൽ വിഷസ് അങ്ങനെ വരുന്ന ആ ഒരു ആശ്ചര്യത്തോടു കൂടി അല്ലെങ്കിൽ സഹാനുഭൂതിയോടു കൂടി അല്ലെങ്കിൽ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡയറക്റ്റ് സ്പീച്ച് നമ്മളത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇവിടെ ഇപ്പം 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷീ എക്സ്ക്ലെയിംഡ് ദാറ്റ്, ഇതെല്ലാം ഷീ എക്സ്ക്ലെയിംഡ് ദാറ്റ് അതുവരെ ഉണ്ട്. പിന്നെയുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എന്താ ആൻസർ വരുന്നത്? ഷീ എക്സ്ക്ലെയിംഡ് ദാറ്റ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ചൈൽഡ്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ചൈൽഡ്. ഇവിടെ എന്താണ് എക്സ്പ്ലനേറ്ററി സെൻറ്റൻസ് റിപ്പോർട്ട് സ്പീച്ചിലോട്ട് നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് പേഴ്സൺ പ്ലസ് വിഷ്ഡ് ഓർ എക്സ്ക്ലെയിംഡ് പ്ലസ് ദാറ്റ് എന്ന രൂപത്തിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാൾ പറയുമ്പോൾ അതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഷീ എക്സ്ക്ലെയിംഡ് ദാറ്റ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ചൈൽഡ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഓപ്ഷൻ D ആണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാവേ. ഹീ സെഡ് ഐ ഷാൾ കം. ഹീ സെഡ് ഐ ഷാൾ കം. ഇത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ 2015 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ആൻസർ വരുന്നത് ഹീ സെഡ് ദാറ്റ് ഹീ വുഡ് കം. ഇതെങ്ങനെ വന്നു? അതായത് നമ്മൾ സബ്ജക്റ്റ് പ്ലസ് ഷാൾ ഓർ വിൽ പ്ലസ് V1 ആണെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലാക്കുമ്പോൾ സബ്ജക്റ്റിനോടൊപ്പം വുഡ് പ്ലസ് V1 ഫോമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? റിപ്പോർട്ടഡ് വെർബായ സെഡിന് ശേഷം 2 ഒബ്ജക്റ്റ് വരികയാണെങ്കിൽ 2 പ്ലസ് ഒബ്ജക്റ്റ് വരികയാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എന്ത് ചെയ്യും? റിപ്പോർട്ടഡ് വെർബായി ടോൾഡ് ഉപയോഗിക്കണം. സെഡ് ടു ആണെങ്കിൽ നമ്മൾ ടോൾഡ് ഉപയോഗിക്കുന്നു. അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, അത് എളുപ്പമാണ്. സെഡ് ടു വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോൾഡ് ചേർക്കണം. അപ്പോൾ ഹീ സെഡ് ടു മീ ഐ വാണ്ട് ടു മീറ്റ് യു. ഇവിടെ എങ്ങനെ വരും? ഹി ടോൾഡ് മീ ദാറ്റ് ഹി വാണ്ടഡ് ടു മീറ്റ്, അല്ലേ? ഹി വാണ്ടഡ് ടു മീറ്റ് മീ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ D ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ട് നോക്കാവേ. ഹീ സേസ് ഐ ആം സോറി. ഹീ സേസ് ദാറ്റ് ഹീ ഈസ് സോറി. ആം വരുമ്പോൾ നമ്മൾ എന്ത് ചേർക്കാം? ഈസ് ചേർക്കാം. അതായത് ഇഫ് ദ റിപ്പോർട്ടിംഗ് വെർബ് ഈസ് ഇൻ ദ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ദ റിപ്പോർട്ടഡ് വെർബ്. റിപ്പോർട്ടിംഗ് വെർബിൽ എന്തില്ല? മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ ഹീ സേസ് ഐ ആം സോറി, ഹീ സേസ് ദാറ്റ് ഹീ ഈസ് സോറി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി നോക്കാവേ. ഹി ഹാസ് സെഡ് ടു മീ ഐ ഹാവ് എ ക്യാമറ. ഹി ഹാസ് സെഡ് ടു മീ ഐ ഹാവ് എ ക്യാമറ. അപ്പോൾ ഇവിടെ സെഡ് ടു വരുമ്പോൾ നമ്മൾ എന്താ ചേർക്കേണ്ടത്? ടോൾഡാണ്. അപ്പം ഹി ഹാസ് ടോൾഡ് മീ ദാറ്റ് ഹി ഹാസ് എ ക്യാമറ. ഹാവ് വരുമ്പോൾ എന്ത് വരുന്നു? ഹാസ് ചേർക്കുക ഇൻഡയറക്റ്റ് സ്പീച്ചിൽ. അപ്പോൾ ഹി ഹാസ് ടോൾഡ് മീ ദാറ്റ് ഹി ഹാസ് എ ക്യാമറ. അടുത്ത് ഹി വിൽ സേ ഐ ക്യാൻ സോൾവ് ദ പ്രോബ്ലം. ഹി വിൽ സേ ഐ ക്യാൻ സോൾവ് ദ പ്രോബ്ലം. നമ്മളിത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹി വിൽ സേ ദാറ്റ് ഹി ക്യാൻ സോൾവ് ദ പ്രോബ്ലം. ഹി വിൽ സേ ദാറ്റ് ഹി ക്യാൻ സോൾവ് ദ പ്രോബ്ലം.
നിങ്ങൾ ഇനി എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എക്കണോമിക്സ് എല്ലാ ടോപ്പിക്കുകളും നല്ല രീതിയിൽ വായിക്കുക. SCERT പാഠഭാഗങ്ങൾ കിട്ടുന്നത് വായിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. എക്കണോമിക്സിന് കിട്ടുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണുള്ളത്, അതിൽ 5 മാർക്ക് തന്നെ നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതിൽ മേഖലയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് പറയാവേ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളിവിടെ സമ്പദ് വ്യവസ്ഥയെ 3 മേഖലകളായി തിരിക്കാവുന്നതാണ്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇവിടെ പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട മേഖലയാണ്. കൃഷി അടിസ്ഥാനമായ മേഖല എന്നറിയപ്പെടുന്നതും ഈ പ്രാഥമിക മേഖലയാണ്. ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയാണ്. വ്യവസായമാണ് ഇതിൻ്റെ അടിത്തറ, അതാണ് ദ്വിതീയ മേഖല. തൃതീയ മേഖല എന്ന് പറയുമ്പോൾ എന്താണ്? വാണിജ്യം, വിദ്യാഭ്യാസം, ബാങ്കിങ് തുടങ്ങിയ മേഖലയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഈ 3 പോയിന്റുകൾ ഓർത്ത് വെക്കുക. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. മാച്ച് ദ ഫോളോയിങ്ങിൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കുക. അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിൻറ്റ്സ് പറയാം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് PC മഹൽനോബിസ് ആണ്. PC മഹൽനോബിസ് ആണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വരുമാനം കണക്കാക്കിയത്, ദേശീയ വരുമാനം കണക്കാക്കിയത്. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവാരാണ്? PC മഹൽനോബിസ് ആണ്. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവാരാണ്? PC മഹൽനോബിസ് ആണ്. ഇന്ത്യയിൽ സെൻസസ് എടുക്കുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ്? ഇന്ത്യയിൽ സെൻസസ് എടുക്കുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ്? 10 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് എടുക്കുന്നത്. ഇത് മുൻവർഷ PSC ചോദ്യമാണ്. ഇന്ത്യയിൽ സെൻസസ് എടുക്കുന്നത് 10 വർഷത്തിലൊരിക്കലാണ്. ഇന്ത്യയിൽ ആദ്യമായി ജനസംഖ്യ കണക്കെടുപ്പ് തുടങ്ങിയ വർഷം 1881. ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ലെന്ന് വിശേഷിപ്പിക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ഇതും മുൻവർഷ ചോദ്യമാണ്. നമുക്ക് ഇനി പഠിക്കേണ്ടത് പഞ്ചവത്സര പദ്ധതികളാണ്. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം എപ്പോഴും ഈ പഞ്ചവത്സര പദ്ധതിയുമായി റിലേറ്റ് ചെയ്തിട്ട് PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതിയെ പറ്റി പഠിക്കുമ്പോൾ കാർഷിക പദ്ധതി എന്ന് പറയുന്നത് ഈ 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. അവിടെ ഫക്ര നംഗൽ ഹിരാക്കുട്ട് ദാമോദർ വാലി എന്ന പദ്ധതികൾ നടപ്പിലാക്കിയത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. അതുപോലെ 1ാം പഞ്ചവത്സര പദ്ധതി തുടക്കം കുറിച്ചത് എന്നാണ് 1951. 1ാം പഞ്ചവത്സര പദ്ധതി തുടക്കം കുറിച്ചത് 1951. ഈ ഒരു വർഷം നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഓരോ പഞ്ചവത്സര പദ്ധതിയും അവ വരുന്ന വർഷവും കാലഘട്ടം, അതായത് കാലഘട്ടവും നിങ്ങൾ വേർതിരിച്ച് തന്നെ പഠിച്ചു വെക്കുക. ഞാൻ മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. 1ാം പഞ്ചവത്സര പദ്ധതി തുടക്കം കുറിച്ചത് 1951. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന ഫക്ര നംഗൽ ഹിരാക്കുട്ട് ദാമോദർ എന്നീ പദ്ധതികൾ നടപ്പിലാക്കിയതും ഇതാണ് ഈ 1ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. കൈവരിച്ച വളർച്ചാ നിരക്കെന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.6%. അത് 1ാം പഞ്ചവത്സര പദ്ധതിക്കുള്ളിൽ വരുന്നതാണ്. അതുപോലെ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത് 1951 ഡിസംബറിലാണ്. പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് രാജ്യത്തെ ദാരിദ്ര്യ ചക്രത്തിൽ നിന്നും മോചിപ്പിക്കുക. 2ാം പഞ്ചവത്സര പദ്ധതി വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ പദ്ധതിയാണ്. മഹൽനോബിസ് മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യാവസായിക നയമാണ്. 1956 ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടനയാണ് 1956 വ്യാവസായിക നയപ്രമേയം എന്ന് പറയുന്നത്. പഞ്ചവത്സര പദ്ധതികൾ നിലവിൽ വന്ന വൻകിട ഇരുമ്പുരുക്ക് ശാലകൾ ഏതൊക്കെയെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ റൂർക്കേല എവിടെയാണ്? ഒഡീഷയിൽ ജർമ്മൻ സഹായത്തോടെ നിർമ്മിച്ചതാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടൻ സഹായത്തോടെ നിർമ്മിച്ചു. ഫിലായ് ഛത്തീസ്ഗഡിലെ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചു. തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടത്തിയത്. അടുത്ത 3ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ 1961 മുതൽ 66 കാലഘട്ടം വരെയാണ്. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് ഊന്നൽ നൽകിയ പദ്ധതിയാണ് ഈ 3ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച ആദ്യ സംസ്ഥാനം പഞ്ചാബാണെന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഈ 3ാം പഞ്ചവത്സര പദ്ധതി എന്നും ഓർത്ത് വെക്കുക. ഈ വാർഷിക പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിൻറ്റ്സുകളെല്ലാം നല്ല രീതിയിൽ പഠിക്കുക. ഹരിത വിപ്ലവത്തിനുമായിട്ട് ബന്ധപ്പെട്ട് ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച ധാന്യം എന്ന് പറയുന്ന ഗോതമ്പാണ്. അത് മുൻവർഷ ചോദ്യമാണ്. അതുപോലെ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച വാർഷിക പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്. പിന്നെ 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടവും ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിനാണ് 4ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. സ്വയം പര്യാപ്തത, മൂല്യസ്ഥിരത, മാനുഷിക വിഭവങ്ങളുടെ വികസനം എന്നിവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 4ാം പഞ്ചവത്സര പദ്ധതിക്ക് ആധാരമായത് ഗാഡ്ഗിൽ മാതൃകയാണ്. കൃഷിക്കും വ്യവസായത്തിനും കൂടുതൽ പ്രാധാന്യം നൽകി. അതുപോലെ ഇന്ദിരാഗാന്ധിയാണ് ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്.
ഈ പോയിന്റുകളിനൊപ്പം തന്നെ നമുക്ക് ഓപ്പറേഷൻ ഫ്ലഡ്സ്, ഈ ഓപ്പറേഷൻ ഫ്ലഡ്സ് എന്ന് പറയുന്നത് പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ്. 4ാം പഞ്ചവത്സര പദ്ധതിയിൽ ഇത് നടപ്പിലാക്കിയത് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ്. 2ാം ഇൻഡോ പാക് യുദ്ധവും ബംഗ്ലാദേശ് യുദ്ധവും ഈ പദ്ധതിയുടെ പരാജയത്തിന് കാരണമായി. 4ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6%ആണെങ്കിൽ 3.6%മാണ് വിവരിച്ചിട്ടുള്ള വളർച്ചാ നിരക്കെന്ന് പറയുന്നത്. പിന്നെ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഓർത്തുവെക്കുക. അതുപോലെ ഖരീബി ഘടാവോ, അത് മുൻവർഷ ചോദ്യമാണ്. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് വെക്കുക നിങ്ങൾ കേട്ടോ. അത് 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ഖരീബി ഘടാവോ എന്നുള്ളത്. അതുപോലെ നമുക്ക് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ച സ്വീഡിഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണെന്ന് വെച്ചാൽ ഗുണ്ണർ മിർഡലാണ്. അതുപോലെ 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. റോളിംഗ് പ്ലാൻ്റെ കാലഘട്ടം 1978-80 കാലഘട്ടമാണ്. അതിൽ 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഓർത്ത് വെക്കുക. 80 മുതൽ 85 വരെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ച പദ്ധതിയാണ് 6ാം പഞ്ചവത്സര പദ്ധതി. ഗാന്ധിയൻ മാതൃക മോഡലാണെന്നുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ട് വികസന പദ്ധതികൾ ആരംഭിച്ചത് ഈ കാലയളവിൽ ആരംഭിച്ച വികസന പദ്ധതികൾ നിങ്ങൾ ഓർത്തു വെക്കുക. അവ കൈവരിച്ച വളർച്ചാ നിരക്ക് 5.4%. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം മുൻ സോവിയറ്റ് യൂണിയനും. ലോകത്തിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതിക്ക് ആവിഷ്കരിച്ചത് ജോസഫ് സ്റ്റാലിനാണ്. അതുപോലെ 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആഹാരം, തൊഴിൽ, ഉൽപ്പാദനം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയ പദ്ധതിയാണ് 7ാം പഞ്ചവത്സര പദ്ധതി. 7ാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി ആരാണെന്ന് ഓർത്ത് വെക്കുക, രാജീവ് ഗാന്ധിയാണ്. അതുപോലെ ഈ മേഖലയിൽ വൻ മുന്നേറ്റം നടത്താൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ ഗതാഗത വാർത്താവിനിമയത്തിൻ്റെ പിതാവായ സാംപ്രിത് റോഡയുടെ പോയിൻ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. വാർഷിക പദ്ധതികൾ 90-92 കാലഘട്ടത്തിലത് വായിച്ചു വെക്കുക നിങ്ങൾ. അതുപോലെ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഈ പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം, മനുഷ്യ വികസനമായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. റാവു മൻമോഹൻ മോഡൽ എന്ന സാമ്പത്തിക ഉദാഹരണ പദ്ധതി എന്നറിയപ്പെടുന്നതും ഈ 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. ശുദ്ധജല വിതരണം, കൃഷി തുടങ്ങിയ എല്ലാ മേഖലകളിലും ഈ പദ്ധതി പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഞ്ചായത്ത് രാജ് നിയമനം എന്നിവ നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ് കേട്ടോ. അതുപോലെ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണെന്ന് മുൻവർഷ ചോദ്യമാണ്. കുടുംബശ്രീ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി മുൻവർഷ ചോദ്യമാണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി എന്നുള്ളത് മുൻവർഷ ചോദ്യമാണ്. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടവും ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തൊഴിലവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ കേരള വികസന പദ്ധതി നടപ്പിലാക്കിയത് ഈ 10ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 11ാം പഞ്ചവത്സര കാലഘട്ടം നിങ്ങൾ ഓർത്തു വെക്കുക. അതുപോലെ വിദ്യാഭ്യാസത്തിനും തൊഴിലവസരങ്ങളുടെ ലഭ്യതയ്ക്ക് പ്രാധാന്യം നൽകിയ പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യൻ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നതും ഈ 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം നിങ്ങൾ ഓർത്തു വെക്കണം, സുസ്ഥിര വികസനവും ത്വരിതഗതിയിലുള്ള വളർച്ചയുമാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് സുസ്ഥിര വികസനവും ത്വരിതഗതിയിലുള്ള വളർച്ച എന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ പഞ്ചവത്സര പദ്ധതികളും മാതൃകകളും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പഞ്ചവത്സര പദ്ധതികളും അതിൻ്റെ മാതൃകകളും നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഉൽപ്പാദന മേഖലകളാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, അതെല്ലാം വിശദീകരിച്ച് നിങ്ങൾ പഠിക്കുക. ദ്വിതീയ മേഖലയുടെ അടിത്തറ എന്ന് പറയുന്നത് വ്യവസായമാണ്. പിന്നെ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വ്യവസായത്തിന് പ്രാധാന്യമുള്ള ദ്വിതീയ മേഖല അറിയപ്പെടുന്നത്. പിന്നെ തൃതീയ മേഖല അറിയപ്പെടുന്നത് പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ മേഖലയാണ് സേവന മേഖല. അതുപോലെ പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തതിനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം മാച്ച് ദ ഫോളോയിങ് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആസൂത്രണ കമ്മീഷനാണ്, പ്ലാനിംഗ് കമ്മീഷൻ. അതിൽ കൂടുതൽ നിങ്ങൾ PYക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ പോയിന്റുകളൊന്ന് ഓർത്ത് വെക്കുക. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1967 സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് EMS ആണ്. പിന്നെ ആദ്യ ഉപാധ്യക്ഷൻ MK ഹമീദാണ്. അതുപോലെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണ് നീതി ആയോഗിൻ്റേത്. അല്ല ഓരോ പോയിൻറ്റ്സുകളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2015 ജനുവരി 1 മുതലാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് വന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്, ഇപ്പോൾ നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയുടെ പ്രശസ്തമായ പുസ്തകമാണ് ഇന്ത്യ ദി എമർജിംഗ് ജയന്റ്. നീതി ആയോഗിന്റെ രണ്ടാമത്തെ ഉപാധ്യക്ഷനാണ് രാജീവ് കുമാർ. നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2022 മെയ് 1 മുതലാണ്. നീതി ആയോഗിന്റെ ആദ്യ CEO സിന്ധുശ്രീ ഗുള്ളറാണ്. ആസൂത്രണ കമ്മീഷന്റെ അവസാന മെമ്പർ സെക്രട്ടറിയാണ് സിന്ധുശ്രീ ഗുള്ളർ. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു ടോപ്പിക്കാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. അതുപോലെ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തരാക്കുക. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അവരുടെ ധർമ്മങ്ങൾക്കുമാണ്. അതിൽ ഓരോ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറയാം. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് RBI ആണ്. അടുത്ത പോയിന്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1935 ഏപ്രിൽ 1. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം 1949 മാർച്ച് 16. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസൽക്കരിക്കപ്പെട്ട വർഷം 1949 ജനുവരി 1. 1949 ജനുവരി 1. കേരളത്തിൽ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അടുത്ത പോയിന്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം കടുവയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന വൃക്ഷം എണ്ണപ്പന. RBIയുടെ ആദ്യ ഗവർണർ എന്ന് പറയുന്നത് ഓസ്ബോൺ സ്മിത്താണ്. ഈ 3 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. റിസർവ് ബാങ്ക് ഗവർണർ പദവി വഹിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. ബാക്ക്ഗ്രൗണ്ട് നല്ല നോയ്സ് ഉണ്ടോ എന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണേ. റിസർവ് ബാങ്ക് ഓഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. അതുപോലെ ഏപ്രിൽ 1947 വരെ ബർമ, അതായത് മ്യാൻമാറിലെ കേന്ദ്ര ബാങ്കായി പ്രവർത്തിച്ചത് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്നുള്ളത് ഓർത്തു വെക്കുക. പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ടാക്സസിനാണ്. അതിൽ ഓരോ പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നികുതികൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. അതിൽ ഓരോ പോയിൻറ്റ്സും സർചാർജ് ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുപോലെ GSTയിലെയും ഓരോ പോയിൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GST അറിയപ്പെടുന്നത് ചരക്ക് സേവന നികുതി എന്നാണ്. അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വർഷം, അഹമ്മദാബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, കൊൽക്കത്ത, കൊച്ചിൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഈ വർഷങ്ങളെല്ലാം തന്നെ നിങ്ങളത് ഇമ്പോർട്ടൻ്റ് ചെയ്ത് കൊടുക്കുക. ഈ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചൊക്കെ മുൻവർഷ ചോദ്യങ്ങളാണ്. അതുപോലെ നമ്മൾ സിവിക്സിൽ നിന്നും ഇത് നമ്മുടെ ടൈം ടേബിളിൽ ഇല്ലാത്തതാണ്. ഈ ഗവേണൻസിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം കേട്ടോ. പഠിക്കുന്ന സമയത്ത് ഈ ഗവേണൻസിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന PYQ മാക്സിമം നോക്കുക. അതുപോലെ കറണ്ട് അഫയേഴ്സിൽ പറയുമ്പോൾ ഇപ്പോൾ ഉള്ള KSEBയുടെ റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയുടെ ഭാഗമായി നിലവിൽ വന്ന ഓൺലൈൻ പോർട്ടലാണ് കിരൺ എന്ന് പറയുന്നത്. അതുപോലെ 75ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ പുതുതായി നിലവിൽ വന്ന 11 റംസാർ സൈറ്റുകൾ നിങ്ങൾ നോക്കി വെക്കുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ശുചീന്ദ്രം തേരൂർ പക്ഷി സങ്കേതം തമിഴ്നാട്ടിലാണ്. അതുപോലെ ഹിരാക്കുഡ് റിസർവോയർ ഒഡീഷയിലാണ്. അതുപോലെ തന്നെ ഹൈഗം തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രം എവിടെയാണെന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ജമ്മു കാശ്മീരിലാണ് ഹൈഗം തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രം ഉള്ളത്. അപ്പം നമ്മുടെ ഈ വീക്കിലുള്ള ടോപ്പിക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പഠിക്കാൻ സാധിക്കാതെ പെൻഡിങ് വന്ന ടോപ്പിക്കുകൾ നല്ലതായി പഠിക്കുക. പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ നല്ലതായി റിവിഷൻ ചെയ്യുക.